ഖുർആനിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് മക്കളിവിടെ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പ്രായമുള്ള കുറച്ച് ആൾക്കാർ നമ്മളെല്ലാം തികഞ്ഞവരാണെന്നും പറഞ്ഞ് പഠിക്കാതെ ഇരിക്കുന്നു. എൻ്റെ മോൻ 2 ആൾ ഖുർആൻ പഠിതാക്കളാണ്, പഠിച്ചു കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ എത്ര പഠിച്ചു? ഞാനൊന്നും പഠിച്ചിട്ടില്ല. അവർക്കെതിരായി ഒരായത്ത് വരും. ഏതായത്തറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ. എൻ്റെ മോൻ, ഒരു മോനുണ്ട് എനിക്ക്. ഞാൻ എവിടെയും കൊണ്ടുപോയി പഠിപ്പിച്ചിട്ടില്ല കുട്ടീനെ. എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ കൊലായിലിരുത്തി പഠിപ്പിച്ചതാണ്. 30 ജുസും തെറ്റുകൂടാതെ ഓതി തന്നിട്ട് ആ കുട്ടി എന്നോട് ചോദിച്ച ചോദ്യം എൻ്റെ ഹൃദയത്തിലേക്ക് തറച്ച ചോദ്യം, ഉപ്പാക്ക് എത്രയുണ്ട്? എന്താ ഞാൻ പറയുക? ഞാൻ കിടന്ന് വിയർക്കുകയാണ്. ഞാനിങ്ങനെ കിടന്ന് വിയർക്കുകയാണ്. എന്താ ചെയ്യുക? മോനോട് 30 പഠിക്കാൻ പറഞ്ഞാൽ ഞാൻ എത്ര എൻ്റെ കയ്യിലുണ്ട്? ഇല്ല. അപ്പോഴാണ് സൂറത്ത് സഫിലായത്ത് എനിക്ക് ഓർമ്മ വന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ. അതായത് നിങ്ങൾ ചെയ്യാത്ത ഒന്നിനെന്തിനാണ് മറ്റുള്ളവർ പ്രേരിപ്പിക്കുന്നത്? നമ്മൾ സ്വയം ചെയ്തിട്ടില്ലല്ലോ. ഞാനൊരു ട്രെയിൻ യാത്രയിൽ തബ്ലീഗ് പ്രവർത്തകനാണ്. 5-8 മക്കളുണ്ട് അവരുടെ കൂടെ, ഒന്നിച്ച് തന്നെ ഉണ്ട്. ഞാൻ ചോദിച്ച് മക്കളുടെ അവസ്ഥ എന്താ? ഇവന് ഫുള്ളാക്കിയിട്ട് 1 വർഷമായി, ഇവനിപ്പോൾ ഈ വർഷം പൂർത്തിയാക്കും, മറ്റവന് 15 ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത്, നിങ്ങളടുത്ത് എത്രയുണ്ട്? എനിക്ക് പഠിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. ഞാൻ നിങ്ങളെ മകൻ ആപ്പിൾ കഴിച്ചാൽ നിങ്ങളെ വയറെന്നറിയോ? അതിൻ്റെ രുചിയും ഭക്ഷണവും അറിയണമെങ്കിൽ നിങ്ങൾ ആപ്പിൾ കഴിച്ചാലാണ് നിങ്ങൾ വയറ്റിൽ നിങ്ങൾക്ക് അറിയുക, അതിൻ്റെ രുചി നിങ്ങൾക്കറിയാം, അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുക. പക്ഷെ മോനെ പഠിപ്പിച്ചതിലും വലുതാക്കിയാലും അതിൻ്റെ ഗുണം വേറെയുണ്ട്. അതല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഖുർആനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിനെക്കുറിച്ച് നന്നായി പറയാം. അതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇപ്പോൾ ഓതിയ ആയത്ത് നമസ്കാരത്തിൽ ഓതിയിരുന്നു. അപ്പോൾ സലാം വീട്ടിയ ഉടനെ ഒരു മോൻ എൻ്റെ അടുത്ത് വന്നു, അടുത്തിരുന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഓതിയത് തെറ്റാണ്. ഞാൻ പറഞ്ഞു, എന്താണ് മോനെ തെറ്റ്? ലഅല്ലക്കും തഷ്കുറൂൻ എന്നാണ് നിങ്ങൾ ഓതിയത്, ലഅല്ലക്കും തഹ്തദൂൻ എന്നാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ എനിക്കാകെ ബേജാറായി. കാരണം ഞാൻ കുറേ കാലമായിട്ട് ഓതുന്നതാണ്. എന്താണ് കൊണ്ടേ പറ്റുക? ഞാനും മോനും കൂടി അത് നോക്കി. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണ് ശരി. അപ്പോൾ കുട്ടി പറഞ്ഞതോ ചെറിയ തെറ്റ് പറ്റിപ്പോയെന്നാണ്. പക്ഷെ ഞാൻ ആ കുട്ടിയെ കുറ്റപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ ശരി, അവൻ തെറ്റെന്ന് പറയാനല്ല ഞാനിത് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും ഇവിടെ പറയുന്നത് ഓരോ അക്ഷരവും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് എനിക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷം. ആ കുട്ടിക്ക് തെറ്റ് വരട്ടെ, തെറ്റ് വരാതിരിക്കട്ടെ എന്നുള്ളതല്ല വിഷയം. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഒരു സെക്കൻഡ് പോലും ഉറങ്ങിപ്പോകാതെ ശ്രദ്ധിച്ച് കേൾക്കുന്ന മക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ രസം. ഞാൻ പല പള്ളികളിൽ കുത്തുമൊക്കെ പോകുന്ന ആളാണ്. ചില ആൾക്കാർ കുത്തുമ തുടങ്ങിയ ചാരി ഇരുന്ന് ഉറങ്ങുന്നത് കാണാം. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റ മക്കളും ഉറങ്ങുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് ഖുർആനിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഈ റമദാൻ മാസത്തിൽ ഞാൻ ഓതിയ ആയത്തിൻ്റെ അർത്ഥവും കൂടി പറഞ്ഞുതരാം. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ റമദാനിലാണ് ഈ ഖുർആൻ ഇറങ്ങിയത്. ഹുദൽ ലിന്നാസ്, അത് നേർമാർഗമാണ്. ജനങ്ങൾക്ക് നേർമാർഗമായിട്ടാണ്, ഹിദായത്താണ്. ഹുദൽ ലിന്നാസ്, അതായത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അതായത് നിങ്ങൾക്ക് അള്ളാഹു ഹിദായത്തിന് വേണ്ടിയാണ്. ഫുർഖാനാണ്. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ എന്താ? ശരിയും തെറ്റും വേർതിരിക്കുന്നത്. ഫമൻ ഷഹീദ മിൻകും അശ്ശഹ്റ ഫല്യസും. ആ മാസത്തിൽ നിങ്ങൾ ഹാജറുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നോമ്പെടുക്കണം. ലാ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ആഗ്രഹിക്കുന്നത്, എന്തിനാ ഞെരുക്കത്തെ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നതാ വലിത്തുക്കുമിലിൽ ഇദ്ദ, നിങ്ങൾ എന്ത് ചെയ്യണം? എണ്ണം പൂർത്തിയാക്കണം. എന്നിട്ടെന്ത് വേണം? പെരുന്നാൾ ആഘോഷിക്കണം. വലിതുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. തക്ബീർ ചെയ്തിട്ട് പെരുന്നാൾ ആഘോഷിക്കുക. നിങ്ങൾക്ക് ഹിദായത്ത് തന്നതിന് എന്ത് ചെയ്യണം? ലഅല്ലക്കും തഷ്കുറൂൻ, നന്ദി കാണിക്കുന്നവരായിരിക്കും. ഈ ഇരിക്കുന്ന മക്കൾ നാളെ മാതാപിതാക്കൾക്ക് കിട്ടുന്ന നേട്ടം എന്താ? ഇവിടെ ഹദീസ് അറിയുന്ന മക്കളാണല്ലേ. എന്താ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? മാതാപിതാക്കൾ മക്കളെ ഖുർആൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഖിയാമത്ത് നാൾ അവർ കിരീടം ധരിപ്പിക്കുമെന്നുള്ളതാണ്. ആ കിരീടത്തിൻ്റെ പ്രത്യേകത എന്താ? അഹ്സൻ മിൻ ളൗഇ ശംസ്. ഈ ദുനിയാവിലെ സൂര്യൻ്റെ തിളക്കത്തേക്കാളും തിളക്കമുള്ളതാണ്. മാതാപിതാക്കൾ അതിൽ സന്തോഷിക്കണം. പക്ഷെ അത് അവരെ കുറ്റപ്പെടുത്തലല്ല. പക്ഷെ മക്കൾ ഇത്രയും പഠിച്ച് കയറുമ്പോൾ ഞാനും വല്ലതും പഠിക്കണ്ടേ എന്ന ചിന്ത മാതാപിതാക്കൾക്കും വേണം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഖുർആനിലേക്ക് ഒരു ശ്രദ്ധ വെക്കേണ്ട മാസമാണ്. മാലിക് ബിൻ അനസ് റഹിമഹുല്ല, അതായത് മദ്ഹബിൻ്റെ ഇമാമിങ്ങളിൽ 2ാമത്തെ ആളാണ്.
അദ്ദേഹമാണ് ആദ്യമായി ഒരു ഹദീസ് ഗ്രന്ഥം മുവത്ത എന്ന ഗ്രന്ഥം ആദ്യമായി ഹദീസ് സ്വരൂപിച്ചതും ആ ഹദീസുകൾ മദീനത്തെ പള്ളി ദർസ് നടത്തിയ ആളാണ്. ഇമാം അബൂ ഹനീഫയ്ക്ക് ശേഷം രണ്ടാമനായി അറിയപ്പെടുന്ന മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ്. പെരുന്നാളാലോ നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്താ പറയുന്നറിയോ, ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ അവിടെ മടക്കി വെക്കും. ഇത് ഖുർആൻ്റെ മാസമാണ്, ഈ ഖുർആൻ്റെ മാസത്തിൽ ഖുർആനാണ് കൂടുതൽ നമ്മൾ പഠിക്കേണ്ടത് എന്നും പറഞ്ഞ് ഹദീസുകളെ മാറ്റി നിർത്തി ഖുർആനിലേക്ക് വരുന്ന ഒരു മാസമാണ്. ഖുർആൻ മനഃപ്പാഠമാക്കുക, അതിൻ്റെ അർത്ഥങ്ങൾ ഗ്രഹിക്കുക, അത് പരസ്പരം ഓതി കേൾക്കുക, ഇതൊക്കെ വലിയ കൂലിയുള്ള കാര്യമാണ്. കേൾക്കുക എന്ന് ഞാൻ പറയുമ്പോൾ എന്താ പറയുന്നത്, ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ഓതണം, എനിക്ക് കേൾക്കണം. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിങ്ങൾക്കാണ് ജിബ്രീൽ ഓതിത്തരുന്നത്, എന്നിട്ട് എൻ്റെത് നിങ്ങൾക്ക് കേൾക്കേണ്ടതുണ്ടോ? എങ്കിലും ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ സൂറത്തുൻ നിസാ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് ഓതി. അങ്ങനെ 41-ാമത്തെ ആയത്തിലേക്ക് വരുമ്പോൾ فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. അവിടെ എത്തിയപ്പോൾ നബി കരയാൻ തുടങ്ങി. അത് നബിക്കന്നെ നേർക്ക് നേരെ ബാധിക്കുന്ന ഒരായത്താണ്. ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ഷഹീദിൻ, ലോകത്തുള്ള സർവ്വർക്കും ഓരോ ഷഹീദുകളെ സാക്ഷികളെ ഞാൻ കൊണ്ടുവരുമ്പോൾ അവർക്കൊക്കെ സാക്ഷികളായി നിന്നെ കൊണ്ടുവന്നാൽ എന്ന് പറയുന്ന ഭാഗം വായിച്ചപ്പോൾ മതി എന്ന് പറഞ്ഞു, ഇനി ഓതണ്ട. കാരണം അത് നബീനെ ഏറ്റവും വേദനിപ്പിക്കുകയും നബീൻ്റെ കണ്ണിൽ നിന്ന് കൊടുകൂടാ കണ്ണീര് വന്ന ഒരായത്തുമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഖുർആനിൽ കൂടി എത്ര ബുദ്ധിജീവികളും ചിന്തിക്കുന്നവരും ഡോക്ടർമാരും ഖുർആൻ്റെ ചില ആയത്തിൽ കൂടി ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ സൂറത്തുൻ നിസാ 56-ാമത്തെ ആയത്ത് അള്ളാഹു പറയുന്നൊരായത്താണ്. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ് ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ. അതായത് അതിവിദഗ്ധനായ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ്, ഒരു ഹൈന്ദവനായ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി ഇസ്ലാമിലെ ഖുർആൻ പഴഞ്ചനാണെന്നും ആ പഴയ ഖുർആൻ ഓതിയിട്ട് ഈ പുതിയ ജനങ്ങളുടെ മുമ്പിൽ അതിനെ കൊണ്ട് ഒരു കാര്യവുമില്ലെന്നും ഡാർക്ക് ഏജിൽ ജീവിച്ച അവിടുത്തെ ഈ കാട്ടറബികളായ മുമ്പിൽ വന്ന ഒരു സംഭവമാണിതെന്നും പുതിയ സമൂഹത്തിന് ഉൾക്കാൻ പറ്റുന്നതല്ലെന്നും മനസ്സിലാക്കി അത് വായിച്ചിട്ട് മുസ്ലിങ്ങളോട് വിമർശനം നടത്താൻ വേണ്ടി ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അത് വായിക്കാൻ തുടങ്ങി. ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും വേണ്ടി വായിച്ചതല്ല. ഇതിൻ്റെ അബദ്ധങ്ങൾ കണ്ടുപിടിച്ച് ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ, ഇതിനോട് താല്പര്യം കാണിക്കുന്നവരെ ഇല്ലാതാക്കാനും വേണ്ടിയായിരുന്നു അദ്ദേഹം വായിച്ചത്. അങ്ങനെ സൂറത്തുൻ നിസായിലെ 56-ാമത്തെ ആയത്ത് അദ്ദേഹം വായിച്ചു. വായിക്കുന്നത് എന്താ? ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ, സത്യനിഷേധികളായ ആൾക്കാർ, എൻ്റെ ആയത്തിനെ നിഷേധിക്കുന്ന ആൾക്കാർ എന്താണ് കൊടുക്കുന്ന ശിക്ഷയാണെന്ന് പറയുന്നത്? സൗഫ നുസ്ലീഹിം നാറാ, കത്തിയാളുന്ന നരകത്തിൽ അവരെ ഞാൻ ഇടും. എന്നിട്ട് നിർത്തിയില്ല, പിന്നെയുള്ള ഭാഗങ്ങളാണ് ഈ ഡോക്ടർ കരഞ്ഞുപോയ ഒരു ഭാഗം. കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. തൊലി ഇങ്ങനെ കരിഞ്ഞു വരുമ്പം പുതിയതായ തൊലി ഞാൻ വിട്ടുകൊടുത്തുകൊണ്ട് അവൻ്റെ വേദന ഞാൻ ആസ്വദിപ്പിക്കുന്നതാണ്. ഇവിടുന്ന് അങ്ങോട്ടൊരട്ടി മുന്നോട്ട് പോകുവാൻ ആ നിരീശ്വരവാദിയായ ഡോക്ടർക്ക് സാധ്യമാകുന്നില്ല. അവിടെ കുടുങ്ങി നിൽക്കുകയാണ്. മുന്നോട്ട് പോകാനാണ് ചെയ്യാനോ പിന്നെ അർത്ഥം വായിക്കാനൊന്നും മനസ്സ് വരുന്നില്ല. ഇതിങ്ങനെ പലതവണ വായിച്ചു. എന്താ പറഞ്ഞത്? അന്ന് പറഞ്ഞെന്താ? 1500 വർഷം മുമ്പ് എഴുത്തും വായനയും അറിയാത്ത ഒരു പ്രവാചകൻ്റെ നാവിൽ കൂടി വന്ന വാക്ക്. ഞാനാണെങ്കിൽ അതിവിദഗ്ധനായ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ കോളേജിലെ, ഞാനിനെ ഇസ്ലാമിനെ എതിർക്കുന്നു. ഈ ആയത്ത് അദ്ദേഹത്തിനെ വല്ലാതെ വേദനിപ്പിച്ചോളൂ. എന്താ പറയുന്നത്? നിങ്ങളുടെ സത്യനിഷേധികൾ, നമ്മുടെ ആയത്തുകളെ നിഷേധിക്കുന്നവരെ ഞാൻ നാളെ നരകത്തിലിട്ട് കരിക്കും. എങ്ങനെയാണ് അവരെ ഞാൻ ഈ ശിക്ഷ ആസ്വദിപ്പിക്കുക എന്നാണ് പിന്നെ വിശദീകരിക്കുന്നത്.
കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ. ഇയാൾ തൊലീൻ്റെ സ്പെഷ്യലിസ്റ്റ് കൂടിയാണ്, സ്കിൻ സ്പെഷ്യലിസ്റ്റാണ്. അതായത് ഒരു തൊലി കഴിഞ്ഞാൽ പുതിയൊരു തൊലി ഇട്ട് കൊടുക്കും, അങ്ങനെയാണ് ഞാൻ ആസ്വദിപ്പിക്കുക. അവിടെ മരണമില്ലല്ലോ. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ. നരകത്തിൽ പോയ പിന്നെ മരിക്കലില്ല, മരണം അവിടെ അവസാനിച്ചു, വേദന അനുഭവിക്കലാണ്. ഒരു തൊലി അങ്ങ് പോയി കരിഞ്ഞ് തീരുമ്പോൾ പുതിയൊരു തൊലി. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഡോക്ടർ ചിന്തിച്ചു, തൊലിയില്ലാത്ത ഒരു മനുഷ്യന് വേദന അറിയാൻ കഴിയില്ല എന്നുള്ളത് അയാൾ പഠിച്ചു വെച്ചൊരു സത്യമാണ്. തൊലിയില്ലാതെ ഒരു മനുഷ്യന് വേദന അറിയാൻ കഴിയില്ല എന്നതൊരു സത്യമാണ് മനസ്സിലാക്കിയ ഡോക്ടർ ഇത് തന്നെ ചിന്തിച്ചു. പിന്നെ വായിക്കുന്ന ഖുർആൻ ശ്രദ്ധയോടെ വായിക്കാൻ തുടങ്ങി. വിമർശിക്കാൻ വേണ്ടി വായിച്ച ഖുർആനെ മാറ്റി ഇത് ശ്രദ്ധയോടെ വായിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്, 1400 വർഷം മുമ്പ് നിരക്ഷരനായ ഒരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി വന്ന ഒരു വചനമല്ല ഇത്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച, ഇന്ന് സ്കിൻ സ്പെഷ്യലിസ്റ്റായി ജോലി ഞാൻ ചെയ്യുന്ന, ഏറ്റവും പുതിയ സയൻസിൽ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ് 1500 വർഷം മുമ്പ് ഈ പ്രവാചകൻ്റെ നാവിൻ്റെ മുമ്പിലൂടെ വന്നത്. ഇത് മനുഷ്യൻ്റെ വാക്കല്ല, ഇത് മുഹമ്മദ് നബിയുടെ വാക്കല്ല, ഇത് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ വാക്കാണെന്ന് പറഞ്ഞാൽ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നു. ഖുർആൻ ഒരാളെയും വിട്ടുകൊടുത്തിട്ടില്ല. ഏതൊരു വിമർശകനും വിമർശനത്തോടെ വായിച്ച ഖുർആൻ്റെ മുമ്പിൽ കീഴടങ്ങലല്ലാതെ ഒരു നിവൃത്തിയില്ല. ആകാശസഞ്ചാരികൾ കുറച്ച് വർഷം 30-30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായി സൗദിയിൽ. വാനലോകത്ത് സഞ്ചരിച്ച ചില വാനസഞ്ചാരികൾ കുറച്ച് ആൾക്കാർ അവിടുത്തെ പണ്ഡിത സംഘടനയിലേക്ക്, പണ്ഡിതന്മാരെടുത്ത് പോയി, സൗദിയിലെ പണ്ഡിതന്മാരെ ഷൂറയിലേക്ക് പോയി. അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ വാനലോകത്ത് കണ്ട ചില കാര്യങ്ങൾ, അവിടെ കണ്ട ചില അത്ഭുതങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞു, ഈ ഭൂമിയിലുള്ള, ഇപ്പം നമുക്ക് പറയാലോ, ഭൂമിയിൽ നമുക്ക് മഴ വർഷിപ്പിച്ചു, പിന്നെ മുളപ്പിച്ച് തന്നു, ഭക്ഷണം തന്നു, പല കാര്യങ്ങൾ കുറേ ഞാൻ പരക്കെ പറയുന്ന കൂട്ടത്തിൽ മഴ വർഷിപ്പിക്കും മാത്രമാണ് വൻസൽന മിനസ്സമായി മാഅൻ എന്ന് പറഞ്ഞത്. പിന്നെ പറഞ്ഞെന്താ അറിയോ, വൻസൽനൽ ഹദീദാണ്. ഇത് പറയാൻ കാരണം, ആ വാനലോകത്ത് പോയ ഇവർ പറഞ്ഞു, ഈ ഭൂമിയുടെ തുടക്കത്തിൽ ഭൂമിയിൽ ഇരുമ്പുണ്ടായിരുന്നില്ല, ഇരുമ്പിൻ്റെ അംശം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല തുടക്കത്തിൽ, പിന്നെ അതിലേക്ക് വന്നു ചേർന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയ ഒരു സത്യം. അപ്പോൾ ആ കൂട്ടത്തിലൊരു പണ്ഡിതൻ പറഞ്ഞു, ഇത് 1500 വർഷം മുമ്പേ ഈ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ ഏറ്റവും ഉന്നതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞതല്ലേ, നമ്മളിത് ഖുർആനത് പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, നിങ്ങളിപ്പോൾ ഒരു പുതിയ വാർത്തയായിട്ട് പറയേണ്ടതില്ല. പണ്ഡിതന്മാരോട് പറഞ്ഞു, സൂറത്തുൽ ഹദീദ്, സൂറത്തുൽ വാഖിയക്ക് ശേഷമുള്ള സൂറത്തിൻ്റെ പേര് സൂറത്തുൽ ഹദീദ്. അതായത് ഇരുമ്പ് എന്ന് പറയുന്ന സൂറത്ത് തന്നെ അള്ള ഖുർആൻ ഇറക്കിയിട്ടുണ്ട്. അതിൽ അള്ള പറഞ്ഞെന്താ അറിയോ, മഴ ഇറക്കി എന്ന് പറഞ്ഞാൽ അള്ള പറഞ്ഞു വൻസൽനൽ ഹദീദ, ഞാൻ ഇരുമ്പിനെ ഇറക്കി. അങ്ങനെ ഇറക്കിയത് ഇരുമ്പിങ്ങനെ തൂക്കക്കട്ടേറ്റ് ഇങ്ങനെ ഇറക്കിയതല്ല, കോടാനുകോടി വർഷങ്ങളായി പെയ്യുന്ന മഴയിലെ ആ വെള്ളത്തുള്ളികളിൽ നിന്ന് ഊർന്നിറങ്ങിയതാണ് ഇരുമ്പ്. അവരത്ഭുതമായി. അവർ പറഞ്ഞു, നമ്മളെന്തായാലും ഖുർആൻ വായിക്കാനും പഠിക്കാനും തയ്യാറാണ്, നമ്മൾ പഠിച്ചോളാന്നൊക്കെ പറഞ്ഞാൽ അവർ പിരിഞ്ഞുപോയി. അപ്പോൾ നമ്മൾ ഈ ഖുർആനും വെച്ച് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആത്മാർത്ഥമായി നമ്മൾ ഖുർആൻ പഠിക്കേണ്ട വേണം. പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കേൾക്കണോ, വളരെ ശ്രദ്ധിച്ചും ഖുർആൻ ഓതിയും പഠിച്ചും നിൽക്കുന്നവരാ. അല്ലെങ്കിൽ എന്താ അവസ്ഥ അറിയാം, നിങ്ങൾ സൂറത്തുൽ ഫുർഖാനിൽ 30-ാമത്തെ ഒരായത്ത് നാളെ അള്ളാൻ്റെ കോടതിയിൽ അള്ളാൻ്റെ റസൂൽ നമുക്കെതിരായിട്ട് പറയും, وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. എൻ്റെ ഈ സമൂഹം നമ്മുടെ ഖുർആൻ അഗണ്യ കോടിയിലേക്ക് വലിച്ചെറിഞ്ഞവരാണെന്ന് പറയാൻ പറ്റൂല സുഹൃത്തുക്കളെ. ഏതും മക്കളെ ഖുർആൻ ചേർത്ത് പഠിപ്പിക്കുന്നതിന് ആ ഉപ്പി ഒന്ന് ഉഷാറാണോ, ആ മോന് പറ്റിയൊരു ഉപ്പിയും കൂടി ആയിരിക്കണം. എന്തൊക്കെ ഒരു സംശയം വന്നാൽ അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഉപ്പിയും കൂടി ആയ ഉഷാറായി ആ വീട്ടിൽ. എന്താ പറയുന്നത്, നാളെ അള്ളാഹിൻ്റെ കോടതിയിൽ പറയും, അള്ളാഹുവേ ഈ ജനം ഖുർആനിനെ വലിച്ചെറിഞ്ഞവരാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ വലിച്ചെറിഞ്ഞിട്ടൊന്നുമില്ല, നമ്മളെ ഭംഗിയായിട്ട് അതിന് നല്ല ഒന്നാം തരം ഇതും കണ്ണാടിയൊക്കെ പറിച്ച് അതിനുള്ള ഭദ്രമായി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? അതാണ് സഹിയായ ഒരു ഹദീസിൽ പറഞ്ഞ ഖുർആൻ ഫഇന്നഹു യജീഉ യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. അതായത് നാളെ പരലോകത്ത് ഈ മനുഷ്യന് വേണ്ടി ശുപാർശ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഖുർആൻ പഠിക്കണം, വായിക്കണം, മനസ്സിലാക്കണം.
ആ ഖുർആൻ ഓതുന്ന ആൾക്ക് വേണ്ടി ഖുർആൻ ശുപാർശ ചെയ്യും സുഹൃത്തുക്കളെ നാളെ അല്ലാഹുവിൻ്റെ കോടതിയിൽ. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ 4-ാം സൂറത്ത് 82-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞ എന്താ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീ ഇഖ്തിലാഫൻ കസീറാ. നിങ്ങൾ തദബ്ബുർ ചെയ്ത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നില്ലേ ഖുർആൻ? അല്ലാഹു അല്ല ഈ ഖുർആൻ ഇറക്കിയതെങ്കിൽ പലതരം പ്രശ്നങ്ങളും ഉണ്ടാവുക തന്നെ ചെയ്യും. നിങ്ങൾക്കറിയാം മറ്റുള്ള വേദങ്ങളുടെ അവസ്ഥ എന്താ അവസ്ഥ? ഞാനൊരു പ്രാവശ്യം സൗദിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ റിയാദ് എയർപോർട്ടിലിരിക്കുക. ആ മുസ്ലിമായ ഒരു എഞ്ചിനീയർ എൻ്റെ തൊട്ടടുത്തിരിക്കുന്നു. അയാളാണെങ്കിൽ ഇസ്ലാഹി സെൻറ്റർ ഗൾഫിൽ നടത്തുന്ന ചോദ്യോത്തരങ്ങളിൽ ഖുർആൻ റമദാൻ കാലത്തൊക്കെ ഖുർആൻ്റെ ചോദ്യോത്തരങ്ങൾ നടത്തും സൗദി മൊത്തം. അതിൽ ഇയാളും ആ ക്വസ്റ്റ്യൻ വാങ്ങി അമാനി മുനുവിൻ്റെ പരിഭാഷ വായിച്ചിട്ട് ഉത്തരം എഴുതിയിട്ട് സമ്മാനം വാങ്ങിയാണ് ഈ അടുത്തിരിക്കുന്നത്. പക്ഷേ അയാൾ മുസ്ലിം മതവിശ്വാസിയോ ഒന്നുമല്ല. ജന്മം കൊണ്ട് അയാളൊരു ബ്രാഹ്മണ കുടുംബത്തിലെ വ്യക്തിയാണ്. കർമ്മം കൊണ്ട് അയാൾ കമ്മ്യൂണിസ്റ്റും നിരീശ്വരവാദിയുമാണ്. അങ്ങനെ അയാൾ സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം, ഫറോവയുടെ ബോഡി ഇന്നും നിലനിൽക്കുന്നു, ഞാൻ എന്നും നിലനിർത്തും എന്ന് ഖുർആനിലുണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സൂറത്ത് യൂനുസിൽ 92-ാമത്തെ വചനത്തിലുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടല്ലേ, ശരി. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അയാൾ ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ പറയുന്നു ഖുർആൻ മാത്രമാണ് ശരി, ഭഗവത്ഗീത ശരിയല്ല, രാമായണം ശരിയല്ല, ബൈബിള് ശരിയല്ല, ഇത് ശരി, എന്തുകൊണ്ട്? അതൊരു സത്യത്തിൽ പറഞ്ഞ ഒരു വരട്ട് വാദവൻ അങ്ങനെ വേണോ? എല്ലാം ശരി എന്ന് പറയുന്നതല്ലേ ശരി? നിങ്ങൾ പറയുന്നത് തെറ്റാ. നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിട്ട് ക്വസ്റ്റ്യൻ ആൻസർ വരുമ്പോൾ അതിൽ എല്ലാം ശരി നേടി നിങ്ങൾക്ക് മാർക്ക് കിട്ടുമല്ലോ, മട്ടപ്പൂജ കിട്ടുക. ശരി ഒന്നേ ഉണ്ടാവും, അത് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ നിങ്ങളെ പണി. എല്ലാം ശരിയല്ല, അങ്ങനെ ആവില്ല. അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അങ്ങനെ പറഞ്ഞ് വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഖുർആൻ മാത്രം ശരി എന്ന് പറയുന്നത് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ലോകത്തിറങ്ങിയ ഒരു വേദഗ്രന്ഥവും പൂർണ്ണമായി പഠിച്ച ഈ സാക്ഷാൽ മാർപ്പാപ്പ പോലും ഇല്ല. എന്തുകൊണ്ടാണ് അവർക്ക് പഠിക്കാൻ കഴിയാത്തത്? ബൈബിൾ ഓരോ 12 വർഷത്തിലും സുന്നഹദോസ് എന്ന് പറയുന്ന ഒരു പരിപാടി ക്രിസ്ത്യാനികൾക്കിടയിലുണ്ട്. ബൈബിളിലുള്ള ഓരോ വചനങ്ങളും ആ കാലത്തിൽ യോജിക്കാത്തകളും എടുത്തു മാറ്റി പുതിയത് അതിൽ ഉൾപ്പെടുത്തുക എന്നുള്ള പരിപാടി. അതുകൊണ്ട് തന്നെ ബൈബിൾ എന്തല്ല, സേഫല്ല. പൂർണ്ണമായി പഠിച്ചെടുത്ത ഒരാളില്ല. ബൈബിൾ അന്നിറങ്ങിയ ആ ഭാഷ അനുസരിച്ചുള്ള ഒരു ബൈബിൾ ലോകത്തെവിടെയും ഇല്ല, പരിഭാഷ മാത്രമേ കാണുള്ളൂ. ഏത് ഹൈന്ദവ ഗ്രന്ഥങ്ങളുടെ കാര്യം അത് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഖുർആൻ മാത്രമാണ് ശരിയെന്ന് സത്യമായി എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുത്തു. ഉദാഹരണമായി ഞാൻ പറഞ്ഞു, ഇന്ന് വൈറ്റ് ഹൗസല്ല നമ്മുടെ ഇവിടെ ലോകം നിയന്ത്രിക്കുന്ന പോലീസ്, വൈറ്റ് ഹൗസ്. അവിടെ ഒരാൾ വന്നിരിക്കുന്നു, മുസ്ലിം ശത്രുവായ ഒരാൾ. മുസ്ലിമീങ്ങൾ ഉന്മൂലനം ചെയ്യണം, മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ എല്ലായിടത്തു നിന്ന് കത്തിച്ച് കളയണം എന്നാണ് അയാൾ തീരുമാനിച്ചത്. അങ്ങനെ അവരെ കിങ്കരന്മാർ നാടൊട്ടാകെ നടന്ന് ഖുർആൻ മുഴുവൻ കത്തിച്ച് കളഞ്ഞു. അതേ സ്ഥാനത്ത് മറ്റൊരു ചങ്ങാതി മുസ്ലിം തീവ്രവാദി എന്ന് പറഞ്ഞോ, അവൻ പറയുന്നത് ഇസ്ലാമികമായ ഖുർആനല്ലാതെ ഒരു വേദഗ്രന്ഥവും പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരു ഭാഗത്ത് കത്തിച്ച് കളയാൻ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുത്. അങ്ങനെയാണെങ്കിൽ ഹൈന്ദവർക്കോ ബൈബിളിൻ്റെ ആൾക്കാർക്കോ ഒരു വേദഗ്രന്ഥം അതുപോലെ കൊണ്ടുവരാൻ അവർക്ക് സാധ്യമാവില്ല. മുസ്ലിങ്ങളുടെ എല്ലാ ഖുർആനും ഒരൊറ്റ കോപ്പി കൂടാതെ ഈ ഭൂമിയിൽ നിന്ന് നീക്കപ്പെട്ടു പോയാലും വിത്തിൻ 24 hours, അതായത് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആയിരക്കണക്കിന് ഖുർആൻ പുതിയ കോപ്പി ഇറങ്ങിയിരിക്കും, ഒരു വള്ളി തെറ്റാതെ, ഒരു പുള്ളി തെറ്റാതെ. ഈ മക്കൾ സാക്ഷിയാണ്. ഞാനിത് പറഞ്ഞു, ഞാൻ ഇപ്പോൾ റിയാദ് എയർപോർട്ടിലാണ്. മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു ആസ്ഥാനത്താണ് ഞാൻ നിങ്ങളുമുള്ളത്. ഈ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് ചുറ്റിക്കറങ്ങിയാൽ ഒരു 10 ഖുർആൻ ഹാഫിദുകൾ എനിക്കിപ്പോൾ കൊണ്ടുവരാൻ കഴിയും. അതാണ് അള്ളാഹു പറഞ്ഞത് സൂറത്തുൽ ഹിജ്റിൽ, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ദിക്റിനെ ഞാനാണ് ഇറക്കിയത്, ഇതിനെ ഞാൻ സൂക്ഷിക്കും. അതെങ്ങനെ സൂക്ഷിക്കുന്നത്? ഈ മക്കൾ വഴിക്ക്, ഈ മക്കളുടെ ഹൃദയത്തിൽ അതുണ്ട്. ഒരു ഖുർആൻ്റെ കോപ്പി എവിടെ കിട്ടിയില്ല. ഈ മക്കൾ 30 പൂർത്തിയാക്കി പുറത്തിറങ്ങിയാൽ 10 മക്കൾ വളഞ്ഞിരുന്നാൽ ഒരു ആയത്ത് തെറ്റാതെ പുതിയ ഖുർആൻ അവരുണ്ടാക്കും. നോക്ക് ഖുർആൻ്റെ മഹത്വം, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഖുർആൻ്റെ മഹത്വം എത്രയാ? എൻ്റെ പറമ്പിൽ തേങ്ങ ഇടാൻ വരുന്ന ഒരു ഹൈന്ദവനായി ചോദിച്ചു, നിങ്ങളുടെ ഖുർആനിൽ എത്ര വചനമുണ്ട്? ഞാൻ പറഞ്ഞു 6236.
നമ്മുടെ ഒരു ആജിക്കുണ്ട്, അയാൾക്ക് ആയിരക്കണക്കിന് തെങ്ങുമ്പോൾ കയറുന്നതാണ്. അയാളെ വലിയ ഉസ്താദ് തന്നെ ഇറക്കുക കളി. അപ്പോൾ ഞാൻ എന്താ ഇത് പറയാൻ കാരണം, നാളെ ആജിക്കാരൻ്റെ പറിക്കാൻ പോകാനുണ്ട്. ആജിക്കാരൻ എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട്, ഖുർആനിൽ എത്ര വചനമുണ്ട് ആജിക്ക പറയും നോക്കണമല്ലോ. എനിക്കിത് പഠിച്ചു വെച്ചിട്ട് ഞാൻ പോകും. അങ്ങനെ പിറ്റേന്ന് തേങ്ങ പറിക്കാൻ പോകുമ്പോൾ ആജിക്കാരൻ പോകും, ആജിക്ക നിങ്ങൾ ഖുർആനിൽ എത്ര ആയത്തുണ്ട്? അമ്മോടാ എനിക്കെന്തറിയാം. പള്ളിയിൽ ഉസ്താദ് ഈ സ്ഥിതി എന്ന് പറഞ്ഞാൽ നമുക്കറിയണം. ഖുർആനെ കുറിച്ച് ധാരണ വേണം. ഖുർആനിൽ പ്രധാന മനുഷ്യന്മാരെ മാറ്റി ആയത്തുകളുടെ ഒരു മനസ്സിൽ കോറി വെക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് ഖുർആനിൻ്റെ നന്മയും ഉഷാറും കേട്ടിട്ട് എത്ര പേരാണ് ഇസ്ലാമിലേക്ക് കയറി വരുന്നത്. മുസ്ലിങ്ങളെന്ന് പറയുന്ന നാം അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല, നോക്കുന്നില്ല. വളരെ അപകടകരമായ പോക്കാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ ഈ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം ദുആ ചെയ്യുക. ഈ വരുന്ന മക്കൾ വളരെ ഉഷാറാണ്. അൽഹംദുലില്ലാ അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും പൂർണ്ണമായി പഠിച്ച് കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പോയി പുതിയ ജനങ്ങളെ ഉത്ബോധിക്കുവാനുള്ള കഴിവും കരുത്തും അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സൂറത്തുൽ ഹശ്റിൽ ഒരു ആയത്ത്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. അതായത് ഈ ഖുർആൻ ഒരു മലയുടെ മുകളിലാണ് ഇറങ്ങിയതെങ്കിൽ അതിൻ്റെ വിനയം കൊണ്ടത് പൊട്ടി തകർന്നു പോകുമെന്നാണ്. നമ്മൾ മനസ്സ് തകർന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ആയത്ത് ഓതുമ്പോൾ നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? കരച്ചിൽ വന്നിട്ടുണ്ടോ? നബിമാരും സഹാബാക്കളൊക്കെ ഓതുന്ന ആയത്തുകൾ, ഓരോ ആയത്തുകളും എത്രമാത്രം സങ്കടത്തോടെ ഒരു കരഞ്ഞുകൊണ്ടാണ് ഓതിയത്. നമുക്ക് കരച്ചിൽ വരാറുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ നല്ലപോലെ അത് ഖുർആൻ ഓതുന്നതിൻ്റെ പഠിക്കുന്നതിൻ്റെ ആവശ്യകത ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത, ഉസ്മാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മജ്മഅ ഖൗമിൻ ബൈത്തിൻ ഫീ ബുയൂത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ വീടായ ഭവനങ്ങൾ വെച്ചൊരു ഭവനത്തിൽ ഇരിക്കുക, കൂട്ടമായി ഇരിക്കുന്ന ഒരു സമൂഹം. യതദാറസൂന ബൈനഹും, അവർ തമ്മിൽ പഠിച്ചും നോക്കി മനസ്സിലാക്കി പഠിക്കുകയാണ് അവർ. ഇല്ലാ നസലത് അലൈഹിമുസ് സക്കീന, ആ ആൾക്കാരുടെ കയ്യിലേക്ക് അള്ളാഹുവിൻ്റെ ശാന്തിയാണ് ഇറങ്ങാൻ പോകുന്നത്. അതുമാത്രമല്ല വഗശിയഹുമുർ റഹ്മ, അവർക്ക് കാരുണ്യങ്ങൾ കൊണ്ട് പൊതിയും. ഈ മക്കൾ അല്ല മലക്കുകളുടെ കാരുണ്യം കൊണ്ട് അവർ പൊതിയും. വഹഫത്തുഹുമുൽ മലായിക, അവർ മലക്കുകൾ ചുറ്റിപ്പൊതിയും. ഏറ്റവും അവസാനം പറഞ്ഞ ഏറ്റവും വലിയ പ്രശ്നം വദക്കറ അല്ലാഹു ഫീമൻ ഇൻദഹു, അള്ളാഹുവിൻ്റെ പരിസരത്തിരിക്കുന്ന മലക്കുകളോട് സന്തോഷ വാർത്ത അറിയിക്കും. എൻ്റെ അടിമകൾ ഇന്നാലിന്ന പള്ളിയിൽ ഇന്ന ഖുർആൻ പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്നെന്ന സന്തോഷ വാർത്ത അവരോട് പറയുകയും ചെയ്യും. ഒരു സുഹൃത്തുക്കളെ, ഖുർആൻ്റെ മാസമാണ്. നമ്മളൊന്നും പഠിച്ചില്ല എന്ന് നിരാശപ്പെടേണ്ട കാര്യമില്ല. ഒരാൾ നിരാശപ്പെടേണ്ട. ഖുർആൻ പഠിച്ചാൽ എളുപ്പമാണ് കാര്യങ്ങൾ. ധാരാളം കാര്യങ്ങൾ ഖുർആൻ നമുക്ക് പറഞ്ഞാലും ഒടുങ്ങിയാലും ഇതിൽ അത്രപ്പാട് പറയാണ്ട് ഖുർആൻ കുറച്ച് പറഞ്ഞാൽ തീരുമില്ല സുഹൃത്തുക്കൾ. നിങ്ങൾ ഖുർആൻ്റെ ഓരോ വചനങ്ങൾ തുടങ്ങുന്നതിന് എങ്ങനെയാണ്? പരിശുദ്ധ ഖുർആൻ്റെ സൂറത്ത് യൂസുഫിലെ തുടക്കത്തിൽ രണ്ടാമത്തെ ആയത്ത് എന്താ പറയുന്നത്? അലിഫ് ലാം റാ തിൽക ആയാത്തുൽ കിതാബ് ഇന്നാ അൻസൽനാ അലൈക്കൽ ഖുർആന അറബിയൻ ലഅല്ലക്കും തഅഖിലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അറബി ഭാഷയിൽ ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് പഠിക്കാൻ വേണ്ടി ഖുർആൻ ഇറക്കുന്ന സൂറത്ത് നംലിലെ തുടക്കം എന്താ? താസീൻ തിൽക ആയാത്തുൽ ഖുർആനി വ കിതാബിൻ മുബീൻ. ഇതെന്ന് പറയുന്നത് ഖുർആനാണ്, വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞതാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാഖിയ പറഞ്ഞെന്താ? ഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. ഈ ആയത്തിറങ്ങേണ്ട ഒരു കാരണം എന്താ? മുശ്രിക്കുകൾ പറഞ്ഞു ഈ ഖുർആനിൻ്റെ വശീകരണ ശബ്ദവും ആൾക്കാരതിലേക്ക് ആകർഷിക്കുന്നു കണ്ടിട്ട് മുശ്രിക്കുകൾ പറഞ്ഞെന്താ അറിയോ? ഇത് വല്ല പിശാചിൽ നാറ്റം കൊണ്ടു കൊടുക്കുന്ന ജനങ്ങളെല്ലാം ഇത് കേൾക്കുമ്പോൾ അടുക്കുകയും ചെയ്യുന്നുണ്ട്, അകലൊന്നുമില്ല. ഈ സ്ഥിതി എന്തുകൊണ്ടാണ്? ഇത് പിശാചാണ് ഇവന് കൊണ്ടു കൊടുക്കുന്നത് എന്നാണ് അവർ പറഞ്ഞുണ്ടാക്കിയത്. അപ്പോഴാണ് ഈ ആയത്ത് വന്നത്. ഇന്നഹു ലഖുർആനുൻ കരീം, മാന്യമായ ഖുർആനാകുന്നു. ഫീ കിതാബിൻ മക്നൂൻ, വളരെ സൂക്ഷ്മമായി അതിന് ശേഖരിക്കപ്പെട്ടിരിക്കുന്നു. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, ഇത് പിശാചൊന്നും തൊടുന്നതല്ല, അത് ശുദ്ധന്മാരായ മലക്കുകൾ. ആരാണത്? ഹുമുൽ മലായിക, മലക്കുകളാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഫുസ്സിലത്തിൽ അല്ലാഹ് പറഞ്ഞെന്താ? വഖാലല്ലദീന കഫറൂ ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി ലഅല്ലക്കും തഗ്ലിബൂൻ. ദയവേത് നിങ്ങൾ ഖുർആൻ കേൾക്കാൻ പാടില്ല. ഖുർആൻ കേട്ടാൽ നിങ്ങൾ അതിൽ വീണു പോകും. അതിനുള്ളൊരു കഴിവ് വേറെ തന്നെയാണ്. നിങ്ങൾ കേൾക്കാൻ പാടില്ല. അത് മുശ്രിക്കുകൾ അവരുടെ സമൂഹത്തോട് പറഞ്ഞത്.
മുഹമ്മദിൻ്റെ ഖുർആൻ കേട്ട് നിരന്തരം ആൾക്കാർ ദീനിലേക്ക് ഒഴുകുകയായിരുന്നു. വഖാലല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ. അത് മാത്രമല്ല, എവിടെയെങ്കിലും ഖുർആൻ ഓതുന്ന സദസ്സിൽ നിങ്ങൾ പോയാൽ ബഹളം വെക്കണം, ഓതാൻ വിടാൻ പാടില്ല. അപ്പോൾ സുഹൃത്തെ, ഖുർആൻ നമ്മുടെ കയ്യിലും നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഈ ലോകം മുഴുവൻ ഒരാളൊരു ഖുർആൻ കാര്യം പഠിച്ച് ഈ മക്കളൊക്കെ 30 ജുസ് പഠിച്ചാൽ കോടാനകോടി ബാങ്ക് ബാലൻസുള്ള ആളെക്കാളും ധന്യന്മാരാണ് ഈ മക്കൾ. അള്ളാൻ്റെ ഖുർആനാണ് ഹൃദയത്തിൽ. തമാശയാണോ? പക്ഷേ മക്കളോട് എനിക്ക് തരാണ്ട ഒരു ഉപദേശം, പഠിക്കുന്ന ഖുർആൻ എത്രയായാലും മരണം വരെ അത് നിലനിർത്തണം. എനിക്കും 2-3 എഞ്ചിനീയർമാർ മക്കളുണ്ട്. അവർ ഖുർആൻ പഠിച്ചവർ പഠിക്കാത്തവരുണ്ട്. ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ എഞ്ചിനീയർ ഒക്കെ പഠിച്ച് പാസ്സായി ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നത് ഇവിടുത്തെ ആവശ്യങ്ങൾക്കാണ് നിങ്ങളെ പഠിച്ചത്. പക്ഷേ ഖുർആൻ അങ്ങനെയല്ല. ഖുർആൻ ഇവിടെ നിങ്ങൾ ഓതിക്കൊണ്ടേയിരിക്കണം. നാളെ പരലോകത്തെത്തുമ്പോൾ എന്താ എന്താ പറയാന്ന്, ഖുർആൻ പഠിച്ചിട്ട് സ്വർഗാവകാശി ഒരാളോട് എന്താ പറയുക, ഇർത്ത ഇക്ര പോയിർത്ത, നീ ഓത്, നീ കയറ്. എടുത്തേക്കാ കയറുക. ഇന്ന മൻസിലക്ക് ഫി ആഖിരി ആയ, എൻ്റെ അവസാനം പഠിച്ച ആയത്താ എൻ്റെ സ്ഥാനം. റത്തിൽ ഖുർആൻ കമാ തുറത്തൽ ഫി ദുനിയ, അതായത് ഈ ഖുർആൻ തർത്തീലാക്കി ഓതിക്കോ. ഇങ്ങനെയാണ് ദുനിയാവെന്ന് ഖുർആൻ ഓതിയത്. അപ്പോൾ എത്ര ഖുർആൻ ആൾ പഠിച്ചിട്ടുണ്ടോ അത്രയും ഉയർന്ന സ്ഥാനമാണ് സ്വർഗത്തിൽ. ഒരു മുഴുവൻ പഠിച്ച ഹാഫിളാണെങ്കിൽ അവൻ്റെ സ്ഥാനം എത്രയോ ഉയരെയാണ്. ഖുർആൻ കുറച്ചേ ഉള്ളുണ്ടെങ്കിൽ സ്ഥാനം കുറച്ച് താഴെയാണ്. അപ്പോൾ ഇപ്പോൾ ഈ വയസ്സന്മാരായിരിക്കുന്ന ആൾക്കാരൊന്നും ടെൻഷൻ അടിക്കേണ്ട, അവർക്കും വിചാരിച്ച പഠിച്ചെടുക്കാൻ കഴിയും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ വയസ്സുകാലത്ത് കയറില്ല എന്നൊക്കെ പറയുന്നത് വെറുതെ. ഈ പരന്ന മൊബൈൽ കുടിച്ചിട്ട് 60-കാരനും 70-കാരനും എന്തെല്ലാം പഠിക്കുന്നു. മക്കളൊക്കെ ഉഷാർ അഭിപ്രായമുള്ള ആൾ. 60-65-കാരനും ചിരണ്ടി ഇത് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോവും. എനിക്കതില്ല, എൻ്റെ തീരേ ഉള്ളൂ, ഒന്നുമില്ല. അപ്പോൾ അതിനെല്ലാം നല്ല സാമർഥ്യവും കഴിവും പ്രാപ്തിയും കൊണ്ട് ഖുർആൻ പഠിക്കാൻ കഴിയുന്നില്ല. പഠിക്കുക സുഹൃത്തുക്കളെ, എന്നാൽ ഈ മക്കൾക്കും വലിയ സമാധാനമാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നേരിട്ട് നന്നായി പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അങ്ങനെയുള്ള നല്ല നല്ല സന്താനങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന മഹാഭാഗ്യമാൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു കാര്യം നിങ്ങൾ വീണ്ടും ഉണർത്തുകയാണ്. എൻ്റെ നാട്ടിലൊരു പള്ളി ഏകദേശം 60 ലക്ഷത്തോടുള്ള ബാധ്യതയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 10-14 ലക്ഷം കയ്യിൽ കിട്ടി, അതിൻ്റെ ഫില്ലറും താറയൊക്കെ കഴിഞ്ഞു, പൂർത്തിയായി. ഇനി നമുക്ക് പൈസൻ്റെ പ്രശ്നമുണ്ട്. ബക്കറ്റ വെച്ച് ഒരു പൈസ ഇന്ന് ഇട്ടിട്ട് നമ്മൾ എടുക്കാൻ ഏതായാലും ആഗ്രഹിക്കുന്നില്ല. ഈ ഇരിക്കുന്ന ആൾക്കാർ, നല്ല നീയത്തോടെ ഇരിക്കുന്ന മനുഷ്യന്മാർ ഇപ്പോൾ റമദാനിലാണ് നമ്മളുള്ളത്. എന്തെങ്കിലും അവനവൻ്റെ കയ്യിൽ ഒരു നല്ലൊരു സംഖ്യ കയ്യിലുണ്ടെങ്കിൽ നിസ്കരിച്ച് പോകുമ്പോൾ എൻ്റെ കയ്യിൽ തരിക. ഇനി എൻ്റെ കയ്യിൽ തരാൻ പറ്റുന്നതിന് മഹമൂദ് ഖാൻ്റെ കയ്യിൽ കൊടുക്കുക. ഇനി അതും കഴിയാത്ത ആൾക്കാർ, ഇപ്പോൾ ഇയാൾ പറയുമ്പോൾ എൻ്റെ കയ്യിൽ കൊടുക്കാൻ കാര്യമായിട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അടുത്ത വെള്ളിയാഴ്ച വരുമ്പോൾ കൊണ്ടുവന്നാലും മതി. മഹമൂദ് ഖാനെ ഉനൈസിനെ ഏൽപ്പിച്ചാൽ മതി. ഇതിനൊന്നും കഴിയാത്ത ആൾക്കാരും കൂട്ടത്തിലുണ്ടാവും. പഠിച്ചവനെ എൻ്റെ കയ്യിലുണ്ട്, കൊടുക്കാമായിരുന്നു, എൻ്റെ കയ്യിലില്ലല്ലോ അല്ലാഹുവേ എന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ പള്ളിക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്താൽ മതി. അല്ലാഹു ആ മിമ്പറയിൽ നിൽക്കുന്ന ആ മനുഷ്യൻ്റെ പള്ളി എത്രയും പെട്ടെന്നൊന്ന് പൊന്തിച്ച് കൊടുക്കണേ, എനിക്ക് അങ്ങ് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. അതുപോലെ ആത്മാർത്ഥമായി അത്, കാരണം അല്ലാഹു പറഞ്ഞത് റസൂൽ മൻ ബനാ മസ്ജിദൻ ലില്ലാഹി തആല ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ജാരിയായ സദഖയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആ പള്ളി നിർമ്മാണം. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും എത്രയോ വർഷം കഴിഞ്ഞാലും ആ പള്ളിയിൽ നിന്ന് ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചാൽ, ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ, ഒരു നന്മ ചെയ്താൽ അതൊക്കെ പുണ്യം ജാരിയായ സദഖയിൽ ഖബറിലേക്ക് ഒഴുകി വരുന്നൊരു സംഭവമാണ്. ഇനി നിങ്ങൾ ആരും ഒന്നും തന്നില്ലെങ്കിൽ എനിക്ക് വിഷമമൊന്നുമില്ല, നിങ്ങൾ ദുആ ചെയ്താൽ മതി. കാരണം അതെങ്ങനെയെങ്കിലും എനിക്കത് എടുത്ത് പൂർത്തിയാക്കാൻ ധൈര്യം എനിക്കുണ്ട്. കാരണം പള്ളികളിൽ നിന്നും ബക്കറ്റ് വെച്ച് പിരിക്കുക എന്നുള്ളത് എനിക്ക് ഇത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പല സിറ്റിയിലെ ഒരു പള്ളിയിൽ കുത്തുബ പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ ഒരാൾ എന്നോട് പറഞ്ഞു, കിണർ ഞാൻ കുഴിച്ച് തരാം. ഞാൻ പറഞ്ഞു, കിണർ എന്ന് പറഞ്ഞെങ്കിൽ പറയാൻ എളുപ്പമാണ്, നമ്മുടെ നാട്ടിൽ കിണർ കുഴിക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പൈസ കുറച്ച് കൂടും. സിറ്റിയിലൊക്കെയാണ് 50,000 രൂപയ്ക്ക് കിണറാവും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാവും? ഞാൻ 4.5 ലക്ഷം ഉറുപ്പിക ഉണ്ടെങ്കിൽ ഇവിടെ കിണറാവും. പാറയാണ്, കംപ്ലീറ്റ് പാറയാണ്. അപ്പോൾ അയാൾ വന്നു അടയാളപ്പെടുത്തി, നിങ്ങൾ കുഴിക്കുമ്പോൾ പറഞ്ഞു, അത് ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. അതുപോലെ ഏറ്റെടുക്കാൻ പറ്റുന്ന വല്ലവരും ഉണ്ടെങ്കിൽ മതി. മറ്റുള്ള സമ്മാനങ്ങളൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെ 3 കാര്യങ്ങളെ ഞാൻ പറഞ്ഞു. ഒന്ന്, ഉള്ളവരുണ്ടെങ്കിൽ ഈ നിസ്കാര ശേഷം എൻ്റെ കയ്യിലോ മഹമൂദ് ഖാൻ്റെ കയ്യിലോ കൊടുക്കുക. ഇനി ഇപ്രാവശ്യം ഈ വന്നിന് എൻ്റെ കയ്യിലൊന്നും ഇല്ലാന്നതാണ്, അടുത്ത പ്രാവശ്യം ഞാൻ ഇമ്പറയിൽ ഉണ്ടാവുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ ആ മഹമൂദ് ഖാനെ ഉനൈസോട് ഉണ്ടെങ്കിൽ അവനെ ഏൽപ്പിക്കുക. ഇത് രണ്ടിനും സാധിക്കാത്ത ആളുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ഈ പള്ളിക്ക് വേണ്ടി ദുആ ചെയ്യുക. അത്രേ പറയാനുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ കരീമിനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുന്ന
ഖുർആനെ പരമാവധി പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.